അത്ര സിമ്പിളാണ്. അത്രയ്ക്ക് നല്ലൊരു മോനാണ്, നല്ലൊരു ആക്ടറാണ്. ആളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി. എൻ്റെ മോൾക്ക് ഇതാണ് വന്നിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യും? കാരണം ഒന്നും അറിയാത്തൊരു പൊട്ട സ്ത്രീയാണ് അവർ. വെട്ടിക്കിടക്കാരൻ്റെ ഒരു ഭാര്യ. അവർക്ക് ചിന്തയിൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ പാൽത്തു ജാനൂർ ഒത്തിരി പേരുണ്ട് അടുത്ത്. ഇപ്പോഴും എനിക്ക് റീൽസൊക്കെ അയച്ചു തരുമ്പോഴത്തേക്ക് ഒരു മുഴ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വരും എന്നുള്ള ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ലായിരിക്കും ഒരു പക്ഷേങ്കിൽ. ജല്ലിക്കെട്ടിലാണ് ഫസ്റ്റിൽ വരുന്നത്. അതിന് ശേഷമാണ് സാജൻ ബേക്കറിയിൽ വരുന്നത്. പാർവതി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു നോട്ട് തയ്യാറാക്കുന്ന ക്യാരക്ടറിന്റെ പുറകിൽ സംവിധായകനോ കഥാകൃത്തോ സൂചിപ്പിക്കാത്ത ഒരു നോട്ട് തയ്യാറാക്കുന്ന പരിപാടിയുണ്ട്. ഡയറക്ടർ അതിൻ്റെ മോനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവൻ എൻ്റെ 25 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇപ്പം ചേച്ചിയുടെ ആക്ടിങ് കണ്ടിട്ട് ഒരു മെത്തേഡ് ആക്ടിങ് സ്റ്റൈലാണ് ചേച്ചി ചെയ്യുന്നത്. ചേച്ചി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് വന്നിട്ട് ആ പേപ്പറിൽ ഇവൻ എഴുതി തന്നു, ചേച്ചി ഇന്നൊരു ക്യാരക്ടർ കിട്ടുമ്പം അതിൻ്റെ ബാക്കിൽ എന്താണെന്ന് നമ്മൾ തന്നെ അതിന് രൂപരേഖ ഉണ്ടാക്കണം. നീ കഴിച്ചിട്ടല്ലേ പോണുള്ളൂ? മീനൊന്നുമില്ലല്ലോ. ഉണക്കമീൻ ഇരിപ്പണ്ടറാ ഭാഗത്താണ്. അപ്പോൾ നന്നായിട്ട് കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എങ്ങനെയായിരുന്നു ആ കോംബോ വർക്ക്? പകുതി ശരിക്കൊരു മകനെ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യും. കാരണം എൻ്റെ ഒന്നാമത്തെ ഫസ്റ്റ് സിനിമ, ക്യാരക്ടറുള്ള ഫസ്റ്റ് സിനിമ. അപ്പം എൻ്റെ മകനെ പോലെ തന്നെ എനിക്ക് തോന്നിയിരുന്നു. പകുതി ഇങ്ങനെ പറഞ്ഞപ്പം ഒരു ഇഷ്ടപ്പെട്ടിട്ട് പറയണത് ഈ കണ്ണും മൂക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വല്ലാണ്ടൊരു ഫീല് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ, ഞാനിവിടെയുള്ള ആടിനെയും പശുവിനെയും കോഴിയൊക്കെ റബ്ബറിട്ട് കത്തിച്ച് ഈ വീടും വിറ്റ് എങ്ങോട്ടെങ്കിലും. അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സാധനം പ്രോപ്പർട്ടി ഇപ്പം വെയിറ്റ് ഏറിയതല്ലെങ്കിലും നമ്മളത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം എന്തായാലും വേദന എടുക്കും. അപ്പോൾ ഞാൻ കൂടെ ചെന്നിട്ട് ചോദിക്കുമായിരുന്നു, ഓക്കെ ആണോ, പ്രശ്നമുണ്ടോ, അപ്പന് വേദന എടുത്തോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇല്ല, അതന്നേരം മാസ്റ്റർ വന്നിട്ട് ശരിക്കും എനിക്കിങ്ങനെ തള്ളി നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. എന്തായാലും വേദന എടുക്കുമല്ലോ. ഓൾറെഡി അതിന് മുമ്പ് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു.